റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. എം ജി യൂണിവേഴ്സിറ്റിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം കേട്ടോ. അതായത് എം ജി യൂണിവേഴ്സിറ്റി ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കറക്ഷൻസ് ആവശ്യമുള്ളവർക്ക് ചെയ്യാം. പിന്നെ സ്പോർട്സ് കോട്ടയുടെയും കൾച്ചറൽ കോട്ടയുടെയൊക്കെ അലോട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. വെബ്സൈറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലും നോക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾക്ക് കഴിഞ്ഞ വർഷം വരെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യാനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് ഈ തവണത്തെ ഷെഡ്യൂൾ വന്നപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ നമ്മളോട് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഇപ്പോൾ നിലവിൽ ഡേറ്റ് 18-ാം തീയതിയാണ്. പക്ഷേ അത്രയും ദിവസം ഒന്നും പോകാൻ ചാൻസ് ഇല്ല. അതിന് മുമ്പ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ നോട്ടിഫിക്കേഷനിൽ കൂടെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യണോ അതോ യൂണിവേഴ്സിറ്റിക്ക് അടക്കാനുള്ള ഫീസ് മാത്രം അടച്ചാൽ മതിയോ എന്ന്. എങ്ങനെ വന്നാലും നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പറയുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് അടക്കാനുള്ള ഫീസ് ഓൺലൈനായിട്ട് അടക്കാം കേട്ടോ. ഒരു 1200 അടുത്തൊരു എമൗണ്ടൊക്കെ തന്നെയാണ് വരാറ്. അതെന്തായാലും ഇനി വ്യത്യാസമായിട്ട് വരുമെന്ന് അറിയില്ല. അപ്പോൾ അത് നിങ്ങൾ ഓൺലൈനായിട്ട് അടച്ചിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കാണിക്കുന്ന നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഫീസ് അടച്ചിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ എടുക്കുമ്പോൾ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ അതൊരു PDF ആയിട്ട് എവിടെയെങ്കിലും സേവ് ചെയ്തിട്ടേക്കുക. അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുമ്പോൾ ഒന്നിലധികം പ്രിൻ്റുകൾ എടുക്കുക. എന്തായാലും PDF ആയിട്ട് അത് സേവ് ചെയ്തിട്ടേക്കണം കേട്ടോ. കാരണം പിന്നീട് നിങ്ങൾക്ക് സ്കോളർഷിപ്പുകൾക്കൊക്കെ കൊടുക്കുമ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ കാര്യം പറയുമ്പോൾ കൂടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് അലോട്ട്മെൻറ്റ് മെമ്മോ റിസീവ്ഡ് ഓൺലൈൻ. ആദ്യത്തെ ഒരു സർട്ടിഫിക്കറ്റായിട്ട് നമ്മളോട് പറയുന്നത് അലോട്ട്മെൻറ്റ് മെമ്മോ റിസീവ്ഡ് ഓൺലൈൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏത് അലോട്ട്മെൻറ്റ് വന്നിട്ടാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പോകുന്നത് ആ ഫേസിലുള്ള അലോട്ട്മെൻറ്റാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പറയുന്നില്ല എങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വരുമ്പോഴാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പറയണമെങ്കിൽ ആ ഫേസിലെ അലോട്ട്മെൻറ്റാണ് നിങ്ങൾ എടുക്കേണ്ടത്. ചിലവർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന കോളേജ് തന്നെയായിരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വന്നേക്കുന്നത്. പക്ഷേ ആ സെക്കൻഡ് ഫേസിലെ അലോട്ട്മെൻറ്റ് നിങ്ങൾ എടുക്കണം. ചിലവർക്ക് കോളേജ് വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അലോട്ട്മെൻറ്റ് മെമ്മോ എടുക്കണമല്ലോ. പിന്നെ നിങ്ങൾ ഈ ലാസ്റ്റ് ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കണ്ടാവുമല്ലോ. ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒരു കോളേജിൽ എടുത്തു, അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഒരു കോളേജിൽ എടുത്തു. പിന്നീട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കോളേജിൽ മാറുകയൊക്കെ ചെയ്യുവാണെങ്കിൽ, കോഴ്സുകളോ കോളേജുകളോ ഒക്കെ മാറുവാണെങ്കിൽ ആ ലാസ്റ്റ് ഫേസിലുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ ആണ് സൂക്ഷിച്ച് വെക്കണം എന്ന് പറഞ്ഞത്. എന്തിന്? സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കാനായിട്ട് കേട്ടോ. അല്ലാതെ ഫസ്റ്റ് ഫേസിൽ അലോട്ട്മെൻറ്റൊക്കെ എടുത്ത് നിങ്ങൾ മാറിയിട്ട് ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ നമുക്ക് വെക്കാൻ പറ്റില്ല. ഏത് കോളേജിലാണോ നിങ്ങളിപ്പോൾ പഠിക്കുന്നത് ആ പഠിക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് വന്ന അലോട്ട്മെൻറ്റ് മെമ്മോ ആണ് സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് കേട്ടോ. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കുകയാണ്. കാരണം കുറേ പിള്ളേർക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഇല്ല എന്ന് പറഞ്ഞിട്ട് സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് എല്ലാ സ്കോളർഷിപ്പിലും അലോട്ട്മെൻറ്റ് മെമ്മോ വേണം എന്ന് പറയൂല. പക്ഷേ മിക്ക നല്ല സ്കോളർഷിപ്പുകൾക്കും അലോട്ട്മെൻറ്റ് മെമ്മോ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നുണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും കൊടുക്കാം. എല്ലാവരുടെ കയ്യിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾ ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള TCയും CCയും. അപ്പോൾ നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ സാധാരണ ഇതിൽ ഡിഗ്രി അഡ്മിഷന് ചേരുന്നത്. അപ്പോൾ നിങ്ങൾ +2ൻ്റെ TCയും CCയാണ് വേണ്ടത്. അതല്ല നിങ്ങൾ +2 കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും കോഴ്സുകൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കോഴ്സിലേക്ക് ചേരാൻ വരുന്നതെങ്കിൽ, ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തിട്ട് അഡ്മിഷൻ എടുക്കാൻ വരുന്നതെങ്കിൽ അവിടെ നിന്നുള്ള TCയും CCയാണ് കേട്ടോ. എവിടെയാണോ നിങ്ങൾ ലാസ്റ്റ് അറ്റൻഡ് ചെയ്തേക്കുന്ന അവിടുത്തെ TCയും CCയാണ് വേണ്ടത്. ഇനി നിങ്ങൾ വേറെ ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്, അപ്പം നിങ്ങൾക്ക് TC അത് തന്നെ മതിയാവും. പക്ഷേ CC അത് വാലിഡിറ്റി ഉണ്ടാവില്ല. അപ്പോൾ കോളേജിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വേറൊരു TC അല്ല CC കേട്ടോ. ലാസ്റ്റ് അറ്റൻഡ് ചെയ്ത CCക്ക് എത്ര നാളത്തെ വാലിഡിറ്റി ഉണ്ടാവും, അതിന് പ്രശ്നമില്ല. പക്ഷേ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ CCക്ക് നമ്മൾക്ക് ഒരു വാലിഡിറ്റി ഉണ്ട് 6 മന്ത്. അപ്പോൾ ചിലപ്പോൾ അത് കോളേജിൽ നിന്ന് നിങ്ങൾക്കത് പുതുക്കി കൊടുക്കാൻ പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചതൊരു ഗവൺമെൻറ് സ്കൂളിൽ തന്നെയാണെങ്കിൽ കുഴപ്പമില്ല. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ടാണ് അത് പുതുക്കി നൽകേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്ന ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചേഴ്സ് അല്ല HM ഗസറ്റഡ് ഓഫീസർ ആയതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ പോകുകയോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച തന്നെ ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ അവിടെ പോകുകയോ നിങ്ങൾക്ക് എന്നിട്ട് ആ TCയുടെ വേറൊരു പറ്റുമെങ്കിൽ നിങ്ങളൊരു ഫോർമാറ്റ് കൂടി ഗൂഗിളിൽ നിന്ന് കിട്ടും. TC റിന്യൂവ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ അത് കിട്ടും.
അതിൻ്റെ അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ നിങ്ങളുടെ പഴയ TC ആയിട്ട് ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് HMകൾ ഗസറ്റഡ് ഓഫീസേഴ്സാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ അത് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് വേറെ പ്രശ്നങ്ങൾക്കല്ലാത്തവർക്കൊന്നും കുഴപ്പമില്ല. CCക്ക് 6 മാസം കഴിഞ്ഞിട്ടുള്ള CC ആണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കണമെങ്കിൽ നിങ്ങൾ പോയി അഡ്മിഷൻ എടുത്തോളൂ. ചിലപ്പോൾ കോളേജിൽ നിന്ന് അത് പറഞ്ഞു വിടും, അപ്പോൾ കൊടുത്താലും മതി, അല്ലെങ്കിൽ നേരത്തെ എടുത്ത് ചെയ്ത് വച്ചേക്കുക കേട്ടോ. ഇനി നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് അതിപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നോ ഡിജിലോക്കറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് എടുത്തേക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ അത് തന്നെ കൊടുത്താൽ മതിയാവും. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയവരെല്ലാം തന്നെ അത് തന്നെ ഹാജരാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും 2 കോപ്പീസും കൂടി വേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ കോപ്പീസ് എടുക്കുമ്പോൾ 2-ലധികം എടുത്തോളൂ. എല്ലാത്തിൻ്റെയും കോപ്പീസും അവിടെ ചോദിക്കും. അതുപോലെ ഇവിടെ 10th സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ലെങ്കിലും 10th ഫസ്റ്റ് പേജ് ഉണ്ടല്ലോ, അത് സാധാരണ നമ്മൾ ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ പ്രൂഫായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ 10th സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിങ്ങൾ സൂക്ഷിച്ച് വെച്ചേക്കുക കേട്ടോ. ചോദിക്കുവാണെങ്കിൽ കൊടുക്കാം. 10th ഫസ്റ്റ് പേജും മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്കിപ്പോൾ ഒറ്റ പേജായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ വരുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ കാലഘട്ടത്തിലേക്കൊന്ന് ആലോചിച്ച് പോയി, അതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് എടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊണ്ടുപോവുക കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ. ഇനി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഇൻ ദ കേസ് ഓഫ് കാൻഡിഡേറ്റ് ഹൂ ഹാവ് പാസ്ഡ് ദെയർ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഫ്രം NIOS ബോർഡ് ഓഫ് വേരിയസ് സ്റ്റേറ്റ്. അപ്പോൾ ആ ഒരു ബോർഡുകാർ അങ്ങനെ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്, അതുകൊണ്ടല്ല കേട്ടോ. പിന്നെ കേരളത്തിന് പുറത്താണ് നിങ്ങൾ പഠിച്ചെങ്കിൽ നിങ്ങളുടെ അടുത്ത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, +2 പഠിച്ചതെങ്കിൽ. പിന്നെ എനിക്ക് തോന്നുന്നു CBSE ICSE സിലബസുകാർക്ക് പാസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് തോന്നുന്നു. അത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ ചിലപ്പോൾ ഇനി കോളേജിൽ നിന്ന് പറയുവാണെങ്കിൽ ഹാജരാക്കിയാൽ മതി. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ അത് വാങ്ങാൻ പറ്റുന്നവർ വാങ്ങാം കേട്ടോ. പിന്നെ അതിന് വേണ്ടി ഓടേണ്ട ആവശ്യമില്ല, വാങ്ങിച്ച് വെച്ചേക്കുക. ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതിയല്ലോ. പാസ് സർട്ടിഫിക്കറ്റ് സാധാരണ ചോദിക്കാറുണ്ട് കേട്ടോ. പാസ് സർട്ടിഫിക്കറ്റ് ഓർ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് കോളേജ്. അത് സ്കൂളിൽ നിന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ. CBSE ICSE +2 VHSC അല്ലെങ്കിൽ HSCക്ക് പ്രശ്നമില്ല. ഈ ICSE CBSE ബോർഡുകാർക്കാണ് അങ്ങനെ പറയാറ്. അത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ കോളേജിൽ നിന്ന് പറയുകയും ചെയ്യും. അപ്പോൾ കൊടുത്താലും മതിയാവുന്നതാണ് കേട്ടോ. പക്ഷേ നിങ്ങൾ നേരത്തെ വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനി കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ ഏതെങ്കിലും റിസർവേഷനിലാണ് അഡ്മിഷൻ കിട്ടണമെങ്കിൽ, ഇപ്പോൾ SC ST OBC EWS അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാറ്റഗറി ആയിട്ടുള്ളവരാണ് നിങ്ങൾ ആ റിസർവേഷൻ പറഞ്ഞിട്ട് അതിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വരുന്നെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെൻറ്റ് വേണം കേട്ടോ. നിങ്ങളിപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നോ തഹസീൽദാറിൽ നിന്നോ എവിടെ നിന്നാണോ വാങ്ങിയേക്കുന്നത് ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം കേട്ടോ. അപ്പോൾ OBCക്കാർക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, OBC NCL സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക് അതാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്, അത് EWSകാർക്കാണ് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് പറയുന്നത്. അപ്പോൾ അവർ ആ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. പിന്നെ നിങ്ങളിപ്പോൾ NCC NSS എന്നൊക്കെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് നിങ്ങൾ ബോണസ് മാർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുള്ളവർ അതിൻ്റെ റിലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒറിജിനലും 2 ഫോട്ടോസ്റ്റാറ്റും നിങ്ങൾ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ 2 ഫോട്ടോ, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കയ്യിൽ കരുതിയേക്കുക. ചിലപ്പോൾ അതവിടെ ഇവിടെ ഇത് ഞാൻ പ്രോസ്പെക്ടസ് നോക്കിയാണ് പറയണത്. പക്ഷേ ഇത് പ്രോസ്പെക്ടസിൽ ഇത് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഫോട്ടോയും എല്ലാത്തിൻ്റെയും ഫോട്ടോ കോപ്പിയും നിങ്ങൾ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ ആധാർ കാർഡ് വേണമെങ്കിൽ കയ്യിൽ വെച്ചേക്കുക. ഒരു ID പ്രൂഫായിട്ട് ചിലപ്പോൾ അവർ ചോദിക്കുവാണെങ്കിൽ കൊടുക്കാനായിട്ട് അത് വച്ചേക്കുക. പിന്നെ ഈ ഓരോ കോളേജസ്, ഇപ്പോൾ ഓട്ടോണമസ് കോളേജസൊക്കെ ആണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ സർട്ടിഫിക്കറ്റുകൾ വളരെ കൃത്യമായിട്ട് ഏതാണെന്നൊക്കെ ഉള്ളത് എഴുതും കേട്ടോ. പിന്നെ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ കൾച്ചറൽ കോട്ട, സ്പോർട്സ് കോട്ട അങ്ങനെയൊക്കെയുള്ള അഡ്മിഷനായിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, എന്ത് റിസർവേഷൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. ഓരോ റിസർവേഷൻ ഇപ്പോൾ എല്ലാവർക്കും വേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അലോട്ട്മെൻറ്റ് മെമ്മോ, ബർത്ത് അറിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്, TC CC മാർക്ക് ലിസ്റ്റ്, ഇത്രയാണ് സാധാരണ പറയണത്. പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ കൊടുക്കുക. ബാക്കി എല്ലാനും നമ്മളുടെ റിസർവേഷൻ അനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് നമ്മൾ ഹാജരാക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് ഏത് റിസർവേഷനാണ് അല്ലെങ്കിൽ ഏതിനാണ് നിങ്ങൾ ബോണസ് മാർക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഹാജരാക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ പ്രത്യേകം ഓർക്കുക, നിങ്ങൾക്ക് ബോണസ് മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് മാർക്കൊക്കെ കിട്ടിയതൊക്കെ പോയിട്ട് ആ ഇൻഡെക്സ് മാർക്കിൽ വ്യത്യാസമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഹാജരാക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ
നമ്മൾക്കിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ബാക്കി നമുക്ക് ഓരോ അലോട്ട്മെൻറ്റ് വരുമ്പോൾ അതനുസരിച്ചിട്ട് പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.